ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും കടുപ്പമേറിയ ശൈത്യകാലത്തിനെയാണ് ഉക്രൈൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലും കടുപ്പമേറിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ഉറച്ച സഖ്യകക്ഷിയായിരുന്ന US ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ യുക്രൈനിന്റെ ഭാവിയെ തന്നെ ബലി കഴിക്കുന്ന ഒരു സമാധാന കരാർ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. വിവാദമായ ട്രംപിന്റെ 28-ന് സമാധാന കരാറിൽ യുക്രൈൻ ഡോൺബാസും ക്രിമിയയും റഷ്യക്ക് കൈമാറാനും സൈനിക ശക്തി ഗണ്യമായി വെട്ടിച്ചുരുക്കാനും ദീർഘദൂര മിസൈൽ ശേഷി ഉപേക്ഷിക്കാനും നാറ്റോ സഖ്യത്തിൽ ഒരിക്കലും അംഗമാകില്ലെന്ന് വാഗ്ദാനം ചെയ്യാനും ആവശ്യപ്പെടുന്നു. പുടിൻ ഈ കരാറിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഈ കരാർ മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യുക്രൈനിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളും രോഷത്തിലാണ്. ഈ നിബന്ധനകൾ യുക്രൈൻ വിരുദ്ധമാണെന്നും ഇതൊരു അടിയറവ് പറയലിന് തുല്യമാണെന്നും അവർ പറയുന്നു. ഈ സമാധാന പദ്ധതി ട്രംപിന്റെ അന്തിമ നിർദ്ദേശമാണോ എന്ന് സെലൻസ്കി ചോദിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി വളരെ വ്യക്തമായിരുന്നു. ഇതിന് സമ്മതിക്കുക, അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് സ്വയം യുദ്ധം ചെയ്തുകൊള്ളൂ. US ഉക്രൈനുള്ള സൈനിക പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, ഏതൊരു മാർഗത്തിലൂടെയും സമാധാനം കൈവരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അത്യന്തം കഠിനമായ സാഹചര്യത്തിലൂടെയാണ് ഉക്രൈൻ കടന്നു പോകുന്നതെന്നും കരാറിലെ വ്യവസ്ഥകൾ റഷ്യയ്ക്ക് അനുകൂലമായ രീതിയിൽ പക്ഷപാതപരമാണെന്നും സെലൻസ്കി പ്രതികരിച്ചു. അതേസമയം കരാറിലെ ചില ഭാഗങ്ങൾ കീവിന് കൂടുതൽ അനുകൂലമാക്കുന്നതിന് വേണ്ടി വീണ്ടും ചർച്ച ചെയ്യാൻ ഉക്രൈൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നതതല സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനീവയിൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. യൂറോപ്പിലുടനീളമുള്ള നേതാക്കൾ ആശങ്കകൾ ഉയർത്തുന്നു. അടുത്തിടെ നടന്ന G20 ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ്, മുൻ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവർ യുക്രൈനെ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാനും സൈന്യത്തെ വെട്ടിക്കുറയ്ക്കാനും നിർബന്ധിക്കുന്നത് അവരുടെ ആ രാജ്യത്തിനെ ഭാവി ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണെന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം കീവിലും വിദേശത്തുമുള്ള യുക്രൈനിന്റെ വിമർശകർക്ക് ഈ കരാർ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം അതിലെ വ്യവസ്ഥകളെ വളച്ചൊടിക്കുകയാണ്, തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ പലരും ഇതിനെ ഒരു സമാധാന പദ്ധതിയായിട്ടല്ല, മറിച്ച് യുക്രൈനിന്റെ ഒരു അടിയറവ് രേഖയായിട്ടാണ് കാണുന്നത് എന്നുള്ളത് മറ്റൊരു വാസ്തവം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.